എല്ലാവർക്കും നമസ്കാരം. പ്രെപ് ടുഗദർ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പഞ്ചായത്ത് രാജ് എന്ന ടോപ്പിക്കാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ ഒരു ക്ലാസ്സോടുകൂടെ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിനെ കുറിച്ച് കുറേയധികം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു പഞ്ചായത്ത് രാജ് സിസ്റ്റം നിലവിൽ കൊണ്ടുവരാനായിട്ട് പഠിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട വിവിധ കമ്മിറ്റികളെ കുറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി മുതൽ ഗാഡ്ഗിൽ കമ്മിറ്റി വരെ. അവിടെ ആ ഒരു ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു പഞ്ചായത്ത് രാജ് സിസ്റ്റം നിലവിൽ വന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ നിർദ്ദേശം നടപ്പിലാക്കാനായിട്ട് നമ്മുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിനെ നമ്മളുടെ ഭരണഘടനയുടെ ഭാഗമാക്കാനായിട്ട് പല ഗവൺമെൻറ്റുകളും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മളെ രാജീവ് ഗാന്ധി ഗവൺമെൻറ് ശ്രമിച്ചു, അതിനുശേഷം VP സിംഗ് ഗവൺമെൻറ് ശ്രമിച്ചു, അതിനുശേഷം നമ്മളെ നരസിംഹറാവു ഗവൺമെൻറ് ശ്രമിച്ചപ്പോഴാണ് ഒരു 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നമ്മളുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റം നമ്മളുടെ ഭരണഘടനയുടെ ഭാഗമായിട്ട് മാറിയത്. അതെന്നാണ് കംപ്ലീറ്റ് ഇംപ്ലിമെൻറ്റേഷനിലോട്ട് വന്നത്? 24 ഏപ്രിൽ 1993 ഈ ഒരു 24 ഏപ്രിൽ എന്നുള്ള ആ ഒരു തീയതിയാണ് നമ്മൾ പഞ്ചായത്ത് രാജ് ദിവസമായിട്ട് ആചരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ആ ഒരു 73ാം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ആ ഒരു ഭേദഗതി വെച്ചിട്ടാണ് നമ്മൾ പാർട്ട് 9 നമ്മുടെ പഞ്ചായത്ത് രാജിനെ കുറിച്ച് പറയുന്ന പാർട്ട് 9 നമ്മളുടെ ഭരണഘടനയുടെ ഭാഗമാക്കിയത്. അതുപോലെ തന്നെ ഷെഡ്യൂൾ 11 നമ്മളെ പഞ്ചായത്ത് രാജിന്റെ പവേഴ്സ് ഒക്കെ പറയുന്ന ഷെഡ്യൂൾ 11 കൊണ്ടുവന്നത് ആ ഒരു ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 243 മുതൽ ആർട്ടിക്കിൾ 243 വരെയാണ് നമ്മളെ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നത്. ഇങ്ങനെ നമ്മളുടെ ഭരണഘടനയുടെ ഭാഗമാക്കി മാറ്റിയപ്പോൾ പഞ്ചായത്ത് രാജ് സിസ്റ്റം നമ്മളുടെ ഭരണഘടനയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞപ്പോൾ അത് ജസ്റ്റിസിബിളായി. നമ്മളുടെ സ്റ്റേറ്റുകൾക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷനായി ഇതിനി നടപ്പിലാക്കിയേ പറ്റൂ. ഇനിയിപ്പോൾ ഞങ്ങളുടെ പവേഴ്സ് തരാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞിട്ട് അവർക്ക് മാറി നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഗതി കൊണ്ടുവന്നത് നമ്മളുടെ ഈ ഒരു 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അതിനുശേഷം നമ്മൾ പഠിച്ചു ഈ ഒരു ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ടുള്ള പ്രൊവിഷൻസിൽ തന്നെ 2 തരത്തിലുള്ള പ്രൊവിഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷനായി, പക്ഷേ അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻസ് നമ്മളുടെ ഭരണഘടന പ്രകാരം നടപ്പിലാക്കേണ്ട പ്രൊവിഷൻസിൽ തന്നെ ചിലത് മാത്രമേ കമ്പൽസറി ഉണ്ടായിരുന്നുള്ളൂ. ചിലത് കമ്പൽസറിയാണ്, അത് സ്റ്റേറ്റ്സ് കൊണ്ടുവന്നേ പറ്റൂ. പക്ഷെ ചിലത് വോളണ്ടറി ആണ്, അത് സ്റ്റേറ്റ്സ് വേണമെങ്കിൽ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് മാത്രം കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഒരു ഭരണഘടന പ്രകാരം നിർബന്ധമുള്ള കാര്യമായി മാറിയെങ്കിലും ആ നിർബന്ധത്തിന് തന്നെ 2 വേർഷൻസ് ഉണ്ടായിരുന്നു. കമ്പൽസറി ഉണ്ടായിരുന്നു, വോളണ്ടറി ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പഠിച്ചു ഇവിടെ ഒരു പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി കൊണ്ടുവരാനാണ് നമുക്കിവിടെ ഒരു പഞ്ചായത്ത് രാജ് സിസ്റ്റം ഉള്ളത്. അതിൻ്റെ വിവിധ സാലിയൻ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു. ഗ്രാമസഭ നമ്മളുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൻ്റെ ഫൗണ്ടേഷൻ, തറക്കല്ല്. അതിനുശേഷം നമ്മൾ ഇവിടെ 3 ടയർ സിസ്റ്റമാണുള്ളത്. വില്ലേജ് പഞ്ചായത്ത്, ഇൻ്റർമീഡിയറ്റ് പഞ്ചായത്ത്, നമ്മളുടെ അവിടെയുള്ള ബ്ലോക്ക് പഞ്ചായത്ത്, പിന്നെ ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. പിന്നെ നമ്മൾ പഠിച്ചു എലക്ഷൻ എങ്ങനെയാണ്, ആ എലക്ഷനിൽ എങ്ങനെയാണ് റിസർവേഷൻ ഉള്ളത് ചെയർപേഴ്സൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ ഇവിടെ വിമൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് റിസർവേഷൻ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഡ്യൂറേഷൻ എത്ര കാലമാണ്? 5 വർഷമാണ്. ഇൻ കേസ് ഒരു ഭരണസമിതി ഇടയിൽ വെച്ച് പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കാലാവധി എന്ന് പറയുന്നത് ബാക്കിയുള്ള കാലം മാത്രമായിരിക്കും. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതിനുശേഷം നമ്മൾ പഠിച്ചത് ഡിസ്ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ്. നമ്മളുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് തീരുമാനിക്കാം, ടെമ്പററി പ്രൊവിഷൻസും വെക്കാം, പെർമനന്റ് പ്രൊവിഷൻസും വെക്കാം. പക്ഷേ പ്രായത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. കാരണം 21 വയസ്സാണ് മിനിമം ഏജ് എന്ന് നമ്മളുടെ ആ ഒരു പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൻ്റെ ആക്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനായിട്ടൊരു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവരണം. ആ ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഹെഡായിട്ടുള്ള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നമ്മൾ ഹൈക്കോടതി ജസ്റ്റിസിനെ പുറത്താക്കുന്നത് പോലെ ഇംപീച്ച്മെന്റ് വഴി മാത്രമേ പുറത്താക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മളെ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന് കൊടുത്തിട്ടുള്ള വിവിധ തരത്തിലുള്ള പവേഴ്സ് എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് നമ്മൾ 11th ഷെഡ്യൂളിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. 240G എന്ന ആർട്ടിക്കിൾ പ്രകാരമാണ് ഇത്രയും പവേഴ്സ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫിനാൻസസ് എങ്ങനെയാണ് കിട്ടുന്നത്, ഇതിനായിട്ട് ഫിനാൻസ് കമ്മീഷൻ നമ്മളുടെ പഞ്ചായത്തിനായിട്ട് റിസോഴ്സസ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താനായിട്ട് സ്റ്റേറ്റ് ലെവലിൽ ഫിനാൻസ് കമ്മീഷൻ കൊണ്ടുവരണം. അതുപോലെ തന്നെ നമ്മളുടെ ഇവിടെ ഓഡിറ്റ് നടത്തണം, പ്രോപ്പറായിട്ടല്ലേ ഫണ്ട്സ് പ്രോപ്പറായിട്ട് ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നൊക്കെ ഉറപ്പുവരുത്താനായിട്ട്. പിന്നെ നമ്മളെ യൂണിയൻ ടെറിട്ടറീസിൽ പ്രസിഡന്റിൻ്റെ ഡയറക്ഷൻ പ്രകാരമാണ് ഈ ഒരു പഞ്ചായത്ത് രാജ് സിസ്റ്റം കൊണ്ടുവരിക.
കുറേ അധികം സ്റ്റേറ്റുകളിലും ഈ ഷെഡ്യൂൾഡ് ഏരിയകളിലും ഒക്കെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ട്രൈബൽ ഏരിയാസ് അവിടെയൊക്കെ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഈ ഒരു 93-ത്തെ ആക്ട് പ്രകാരം വന്നിട്ടുള്ള പഞ്ചായത്ത് രാജ് സിസ്റ്റം ഒന്നും നിലവിൽ വരുന്നുണ്ടായില്ല. അവിടെയൊക്കെ എക്സെപ്റ്റഡ് ആയിരുന്നു. അവിടുത്തെ കണ്ടീഷൻസ് ഒക്കെ വളരെ ഡിഫറെൻ്റ് ആണ്, പ്രത്യേകിച്ച് ഈ ഒരു ആദിവാസി ഏരിയകൾ ട്രൈബൽ ഏരിയാസിലൊക്കെ. അതിനുശേഷം നമ്മൾ കണ്ടു അവിടെ മുന്നേ തന്നെ കുറേ അധികം ലോസ് ഉണ്ടായിരുന്നു. നമ്മൾ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി തൊട്ട് ഇവിടെ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിനെ കുറിച്ച് കാണുന്നതാണ്. ഭരണഘടനയുടേതായിട്ടുള്ള ഒരു ഉറപ്പൊന്നും ഇല്ലായിരുന്നെങ്കിലും അപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ലോസ് ഒക്കെ 1 വർഷത്തിനുള്ളിൽ ഇല്ലാതാവണം. പുതിയൊരു സിസ്റ്റം ആയിരിക്കണം പിന്നീട് ഉണ്ടാവേണ്ടത്. പിന്നെ നമ്മൾ പഠിച്ചു നമ്മളുടെ കോടതികൾക്കൊന്നും ഇതിൻ്റെ പഞ്ചായത്ത് രാജിലോട്ടുള്ള എലക്ഷനിലോട്ട് ഇടപെടാൻ പറ്റില്ല. എലക്ഷൻ മാറ്റേഴ്സിലൊക്കെ നമ്മളെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ തീരുമാനിക്കുന്ന അതോറിറ്റീസിൽ മാത്രമേ നമുക്ക് പെറ്റീഷൻ കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 11ാമത്തെ ഷെഡ്യൂളിനെ കുറിച്ചാണ്. 11ാമത്തെ ഷെഡ്യൂളിലാണ് നമ്മളെ പഞ്ചായത്തിൻ്റെ പവേഴ്സ് എന്തൊക്കെയാണെന്ന് പ്രോപ്പറായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുള്ളത്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്? 243G പ്രകാരമാണ്. പല കമ്മിറ്റികളും ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ പഞ്ചായത്തിൻ്റെതായിട്ടുള്ള പവേഴ്സ് പ്രോപ്പറായിട്ട് ഡീറ്റെയിൽ ചെയ്ത് പറയണം, എന്നാൽ മാത്രമേ നമ്മളെ സ്റ്റേറ്റ് അവിടെ ഇടപെടാതിരിക്കുള്ളൂ. പക്ഷേ ഈ ഒരു 29 നമ്മളിവിടെ പറയുമ്പോഴും പല കാര്യങ്ങളും ഇപ്പോഴും നമ്മളെ സ്റ്റേറ്റ് പഞ്ചായത്തിനെ ഹാൻഡ് ഓവർ ചെയ്തിട്ടൊന്നുമില്ല. പല കാര്യങ്ങളും സ്റ്റേറ്റിൻ്റെ കയ്യിലൊക്കെ തന്നെയാണ്. നമ്മൾ പഠിച്ചില്ലേ കമ്പൽസറി പ്രൊവിഷൻസ്, വോളണ്ടറി പ്രൊവിഷൻസ്. ഈ ഒരു 11th ഷെഡ്യൂളിലുള്ള പല പവേഴ്സും വോളണ്ടറി പ്രൊവിഷൻസിൽ പെട്ട കാര്യങ്ങളാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു വോളണ്ടറി പ്രൊവിഷൻസിൽ പെട്ടത് തന്നെയാണ് 11th ഷെഡ്യൂൾ എന്നുള്ള രീതിയിൽ. അപ്പോൾ 11th ഷെഡ്യൂളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ അഗ്രികൾച്ചർ ഇൻക്ലൂഡിങ് അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ. നമുക്കറിയാം കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും പഞ്ചായത്തിൽ ഇടപെടലുകൾ ഉണ്ടാവാറുള്ള കാര്യം നമുക്കറിയാം. പിന്നെ ലാൻഡ് ഇംപ്രൂവ്മെന്റ്, ഇംപ്ലിമെന്റേഷൻ ഓഫ് ലാൻഡ് റിഫോംസ്, ലാൻഡ് കൺസോളിഡേഷൻ ആൻഡ് സോയിൽ കൺസർവേഷൻ. അതുപോലെ തന്നെ കൃഷി റിലേറ്റഡ് ആയിട്ട് തന്നെ മൈനർ ഇറിഗേഷൻ, വാട്ടർ മാനേജ്മെന്റ് ആൻഡ് വാട്ടർ ഷെഡ് ഡെവലപ്മെന്റ്, ആനിമൽ ഹസ്ബൻഡറി, ഡയറിങ് ആൻഡ് പൗൾട്രി, ഫിഷറീസ്. ഇത്രയും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ കൃഷി റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. നിങ്ങൾ പാൽത്തു ജാൻവർ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ കന്നുകാലികളെ കൊടുക്കുന്നത്, കൃഷിയുടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്, ഈവൻ കോഴികളെ കൊടുക്കുന്നത്, അങ്ങനെ കുറേ അധികം ആക്ടിവിറ്റീസ് നമ്മളുടെ ഗ്രാമസഭകളൊക്കെ വഴി നടത്താറുണ്ട്. അതിന് കാരണം 11th ഷെഡ്യൂളിൽ ഇത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ സോഷ്യൽ ഫോറസ്ട്രി ആൻഡ് ഫാം ഫോറസ്ട്രി, മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. നമ്മുടെ പഞ്ചായത്തിനോട് റിലേറ്റഡ് ആയിട്ട് ചെറിയ വനങ്ങളൊക്കെ അടുത്തുണ്ടെങ്കിൽ അവിടുത്തെ ചെറിയ ചെറിയ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ അവർക്ക് കളക്ട് ചെയ്യാനുള്ള അനുമതി കൊടുക്കാൻ പറ്റും. പിന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇൻക്ലൂഡിങ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ്, ചെറിയ രീതിയിലുള്ള ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഖാദി, വില്ലേജ് ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ്, ഇവിടെയൊക്കെ നമ്മുടെ പഞ്ചായത്ത് പല വിധത്തിലുള്ള അനുമതിയൊക്കെ കൊടുക്കാറുണ്ട്. റൂറൽ ഹൗസിംഗ്, ഡ്രിങ്കിങ് വാട്ടർ, ഫ്യൂവൽ ആൻഡ് ഫോഡർ, ഇവിടെയൊക്കെ കണ്ടില്ലേ ആ ഒരു ലൈഫും അതുപോലെ തന്നെ കൃഷിയും ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കുറേ അധികം വരുന്നുണ്ട്. റോഡ്, കൾവേർട്ട്, ബ്രിഡ്ജ്, ഫെറി, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ, നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സസ്, പോവർട്ടി എലിവേഷൻ പ്രോഗ്രാംസ് നമ്മൾ കാണുന്നുണ്ട്. പല വിധത്തിലുള്ള പ്രോഗ്രാംസും ഇതുവഴിയാണ് റൺ ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ ഇൻക്ലൂഡിങ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്കൂൾസ്, ടെക്നിക്കൽ ട്രെയിനിങ് ആൻഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, അഡൽട്ട് ആൻഡ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ, ലൈബ്രറികൾ. ഈ ലൈബ്രറി കാര്യങ്ങളൊക്കെ പഞ്ചായത്തിൻ്റെതായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസ്, മാർക്കറ്റ്സ്, പിന്നെ ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ഇൻക്ലൂഡിങ് ഹോസ്പിറ്റൽസ്, നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ കണക്ഷനിൽ നടത്താറുണ്ട്. ഫാമിലി വെൽഫെയർ, നമ്മളുടെ ഈ ഒരു ഫാമിലി പ്ലാനിങ് കാര്യങ്ങളൊക്കെ നമ്മളുടെ പഞ്ചായത്തിൽ നിന്ന് പല വിധത്തിലുള്ള നിർദ്ദേശങ്ങളും നൽകാറുണ്ട്. വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, നമ്മുടെ ആശാ വർക്കേഴ്സൊക്കെ വഴി പല കാര്യങ്ങളും നടക്കാറുണ്ട്. സോഷ്യൽ വെൽഫെയർ ഇൻക്ലൂഡിങ് വെൽഫെയർ ഓഫ് ദ ഹാൻഡിക്യാപ്ഡ് ആൻഡ് മെൻ്റലി റിട്ടാർഡഡ്, വെൽഫെയർ ഓഫ് ദ വീക്കർ സെക്ഷൻസ്, നമ്മളെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, നമ്മളെ റേഷൻ കടയിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നില്ലേ, അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഓഫ് കമ്മ്യൂണിറ്റി അസറ്റ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 29 കാര്യങ്ങൾ ഇത് വായിച്ചെടുക്കാൻ തന്നെ എത്ര നേരം എടുത്തല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കുറേയൊക്കെ നമ്മളുടെ ഒരു ഡെയിലി ലൈഫായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള നമ്മൾ കുറേ അധികം കാര്യങ്ങളിൽ ഇടപെടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളെ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പവേഴ്സായിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു പഞ്ചായത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ റേഷൻ കടയിലത്തെ കാര്യങ്ങളായാലും ഇപ്പോൾ കൃഷിയുടെ കാര്യങ്ങളാണെങ്കിലും നമ്മളെ സ്റ്റേറ്റിൽ നിന്ന് നേരിട്ട് വന്ന് ഇടപെടാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ കൂടുതലും വോളണ്ടറി പ്രൊവിഷൻസിലാണ് വരുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. നെക്സ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ കമ്പൽസറി ആൻഡ് വോളണ്ടറി പ്രൊവിഷൻസ് ആണ് പഠിക്കുന്നത്. ആദ്യം തന്നെ വരുന്നത് കമ്പൽസറി പ്രൊവിഷൻസ് ആണ്. കമ്പൽസറി പ്രൊവിഷൻസ് വരുമ്പോൾ അത് നമ്മളുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്തായാലും എൻഷുർ ചെയ്യണം. ആദ്യത്തെ കാര്യം എന്താ? ഗ്രാമസഭ ഓർഗനൈസ് ചെയ്യുന്നത്. ഗ്രാമസഭ ഓർഗനൈസ് ചെയ്തേ പറ്റൂ. സ്റ്റേറ്റ് ഗവൺമെൻറ് അതിൽ ഉഴപ്പൊന്നും കാണിക്കാൻ പറ്റില്ല, അതിൽ ഇഷ്ടമുള്ള പോലെ കാര്യങ്ങൾ ചെയ്യാനൊന്നും പറ്റില്ല. ഗ്രാമസഭ അവിടെ കൂടണം, എന്നാലല്ലേ പ്രോപ്പറായിട്ട് പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി നടക്കുള്ളൂ. എന്നാലല്ലേ നമ്മൾ വോട്ടർമാർക്ക് ചെന്നിട്ട് നമ്മളുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഗ്രാമസഭയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നമ്മളുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് തീരുമാനിക്കാം. ഓർഗനൈസേഷൻ ഓഫ് ഗ്രാമസഭാസ് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എക്സ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പഞ്ചായത്ത് അറ്റ് ദ വില്ലേജ്, ഇൻ്റർമീഡിയറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽസ്,
3 ലെവലിലും ഉണ്ടാവണം. ആകെ ആ ഒരു പോപ്പുലേഷൻ വെച്ചിട്ടാണ് ഇന്റർമീഡിയറ്റ് ലെവൽ മാറ്റി വെച്ചിട്ടുള്ളൂ. പിന്നെ ഡയറക്റ്റ് എലക്ഷൻസ് ടു ഓൾ സീറ്റ്സ്, പ്രോപ്പറായിട്ട് എല്ലാ സീറ്റിലോട്ടും ഡയറക്റ്റ് ആയിട്ടുള്ള എലക്ഷൻ വേണം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിൽ, വില്ലേജ് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൽ 3 ഭാഗത്തും നമുക്ക് ഡയറക്റ്റ് എലക്ഷൻസ് തന്നെയാണ് നമ്മളുടെ ഈ ഒരു 73rd അമെൻമെന്റ് ആക്ട് വഴിയുള്ള ഈ ഒരു പാർട്ട് 9 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ 243 to 243O വരെയുള്ള പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ റിസർവേഷൻ ഓഫ് സീറ്റ്സ് ബോത്ത് മെമ്പേഴ്സ് ആൻഡ് ചെയർപേഴ്സൺസ് ഫോർ SCs ആൻഡ് STs ഇൻ പഞ്ചായത്ത്സ് അറ്റ് ഓൾ 3 ലെവൽസ്. ഇതും കമ്പൽസറി ആണ്. SC STസിന് റിസർവേഷൻ കൊടുക്കാതിരിക്കാനൊന്നും പറ്റില്ല. പിന്നെ 1/3 സീറ്റ്സ് വിമൺ ആയിട്ടുള്ളത് അതും കമ്പൽസറി ആണ്. പിന്നെ ഏതാ ആ ഒരു 5 years എന്നുള്ള ടെന്യൂർ, പിന്നെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവരുന്നതും സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ കൊണ്ടുവരുന്നതും ഒക്കെ പ്രോപ്പറായിട്ട് ആർട്ടിക്കിളുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും നമ്മളുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് ഉഴപ്പാൻ പറ്റില്ല. ഇതൊക്കെ നമ്മളെ പഞ്ചായത്തിന് കൊടുത്തേ പറ്റൂ. ഒന്നും കൂടെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഗ്രാമസഭ ഓർഗനൈസ് ചെയ്യുന്നത് നമ്മളുടെ പഞ്ചായത്ത് വില്ലേജ് ലെവലിൽ, ബ്ലോക്ക് ലെവലിൽ, ഡിസ്ട്രിക്ട് ലെവലിൽ കൊണ്ടുവരുന്നത്. അവിടേക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഡയറക്റ്റ് എലക്ഷൻ മെമ്പേഴ്സിൻ്റെതായിട്ട് നടത്തേണ്ടത്. പിന്നെ ഇൻഡയറക്റ്റ് എലക്ഷൻ ചെയർപേഴ്സൺമാരുടേതായിട്ട് നടത്തേണ്ടത്. ഏജ് എത്രയാണ്? 21 വയസ്സാണ്. റിസർവേഷൻ വിമന്റെ കാര്യത്തിലും SC STയുടെ കാര്യത്തിലും. ടെന്യൂർ 5 വർഷം. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ, ഇതൊക്കെ കമ്പൽസറി ആണ്. ഇതൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഫുൾഫിൽ ചെയ്തേ പറ്റൂ. ഇനി അടുത്തതായിട്ട് വരുന്നത് വോളണ്ടറി പ്രൊവിഷൻസ് ആണ്. വോളണ്ടറി പ്രൊവിഷൻസിലോട്ട് വരുമ്പോൾ അവിടെ നമ്മളുടെ ഈ ഫിനാൻസ് പവേഴ്സ് ഒക്കെ ഇല്ലേ, അതുപോലെ തന്നെ 11th ഷെഡ്യൂള്, ഇതൊക്കെ വോളണ്ടറി ആണ്. നമ്മൾ പറഞ്ഞില്ലേ നമ്മളുടെ പഞ്ചായത്തിന് ഇങ്ങനെ ടാക്സ് പിരിക്കാൻ അനുവദിക്കണം, ഇതൊക്കെ നമ്മളെ സ്റ്റേറ്റ് ഗവൺമെന്റ് തീരുമാനിക്കാം. നമുക്ക് നോക്കാം. ഗിവിംഗ് റെപ്രസെന്റേഷൻ ടു മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഇൻ ദ പഞ്ചായത്ത്. പഞ്ചായത്തിൽ നമുക്ക് MP മാർക്ക് MLA മാർക്കൊക്കെ വേണമെങ്കിൽ പങ്കാളിത്തമൊക്കെ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ജില്ലാ പഞ്ചായത്തിലൊക്കെ അവരെ വേണമെങ്കിൽ ഇൻവോൾവ് ചെയ്യിക്കാം. അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇഷ്ടമാണ്. ഏത് ലെവലിൽ വേണമെങ്കിലും, ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിലോ ബ്ലോക്ക് പഞ്ചായത്തിലോ എവിടെ വേണമെങ്കിലും അവർക്കൊരു പാർട്ടിസിപ്പേഷൻ കൊടുക്കാം. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ തീരുമാനിക്കും. പ്രൊവൈഡിങ് റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. SC STയുടെ കാര്യവും വിമന്റെ കാര്യവും കമ്പൽസറി ആയിരുന്നു. പക്ഷെ OBCക്കാരുടെ കാര്യം വരുമ്പോൾ അത് കമ്പൽസറി അല്ല. അത് നമ്മളെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ തീരുമാനിക്കും. അതിനായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള കണ്ടീഷൻസ് അവിടെ ഉണ്ടെന്നും കൂടെ അവർ തെളിയിക്കണം. പിന്നെ ഗ്രാൻഡിങ് പവേഴ്സ് ആൻഡ് അതോറിറ്റീസ് ടു ദ പഞ്ചായത്ത് to enable them to function as institutions of self-government. അവരെ ഓട്ടോണമസ് ബോഡി ആക്കുന്നതിൽ, അവരെ സ്വതന്ത്രരാക്കുന്നതിൽ നമ്മളുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് കുറേ അധികം തീരുമാനം എടുക്കാം. മൊത്തത്തിൽ അവരെ സ്വതന്ത്രരാക്കണം എന്നൊന്നുമില്ല. അവരൊരു ഓട്ടോണമസ് ബോഡി ആണോ എന്നുള്ള കാര്യത്തിലും തീരുമാനം എടുക്കാൻ പോകുന്നത് നമ്മളുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെയാണ്. അതിനുശേഷം ഡെവല്യൂഷൻ ഓഫ് പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അപ്പോൺ പഞ്ചായത്ത്സ് ടു പ്രിപ്പയർ പ്ലാൻസ് ഫോർ എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ടു പെർഫോം സം ഓർ ഓൾ ഓഫ് ദി 29 ഫംഗ്ഷൻസ് ലിസ്റ്റഡ് ഇൻ ദ 11th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ 11th ഷെഡ്യൂളിൽ എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അഗ്രികൾച്ചർ പോലുള്ള കാര്യങ്ങൾ ഇതൊക്കെ അതിൽ ഇൻവോൾവ് ചെയ്യിച്ചിട്ടുണ്ടെങ്കിലും എന്തൊക്കെ കൊടുക്കണം എന്നുള്ളത് നമ്മളുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് തീരുമാനിക്കാം. കാരണം 11th ഷെഡ്യൂൾ എന്നുള്ളത് വോളണ്ടറി പ്രൊവിഷനാണ്. 29 പവർ ഇങ്ങനെ നീട്ടി വലിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് കൊടുക്കണം എന്നൊന്നുമില്ല. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ തീരുമാനിക്കും കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം. അതിനുശേഷം ഗ്രാൻഡിങ് ഫിനാൻഷ്യൽ പവേഴ്സ് ടു ദ പഞ്ചായത്ത്സ്, ദാറ്റ് ഈസ് ഓതറൈസിങ് ദം ടു ലെവി, കളക്ട് ആൻഡ് അപ്രോപ്രിയേറ്റ് ടാക്സസ്, ഡ്യൂട്ടീസ്, ടോൾസ് ആൻഡ് ഫീസ്. ഈ ടോൾ ഫീസിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മളുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ തീരുമാനിക്കും ഇവർക്ക് ടോളും ഫീസും ടാക്സും ഒക്കെ കൊടുക്കണമെന്ന്. അപ്പോൾ നമ്മുടെ വോളണ്ടറി പ്രൊവിഷൻസ് എന്തൊക്കെയാ നമുക്ക് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ വോളണ്ടറി പ്രൊവിഷൻസ് ആയിട്ട് വരുന്നത് MP മാർക്ക് MLA മാർക്കൊക്കെ ഈ പഞ്ചായത്തിന്റെ വിവിധ ലെവലുകളിൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നത്. അത് ജില്ലാ പഞ്ചായത്തിലായിരിക്കാം, ബ്ലോക്ക് പഞ്ചായത്തിലായിരിക്കാം, അല്ലെങ്കിൽ വില്ലേജ് പഞ്ചായത്തിലായിരിക്കാം. അവരൊക്കെ വേണമെങ്കിൽ നിങ്ങളും കൂടെ പോയി പങ്കെടുത്തോ, നിങ്ങൾക്കും കൂടി ഇവിടെ കാര്യങ്ങളൊക്കെ പറയാൻ അവകാശം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിടാം. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ തീരുമാനിക്കും. അതിനുശേഷം ബാക്ക്വേർഡ് ക്ലാസസിന് OBCക്കാർക്ക് റിസർവേഷൻ കൊടുക്കേണ്ടതും നമ്മളുടെ സ്റ്റേറ്റിന്റെ വോളണ്ടറി ആയിട്ടുള്ള പ്രൊവിഷനാണ്. വേണമെങ്കിൽ കൊടുത്താൽ മതി, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് തീരുമാനിക്കാം. അതുപോലെ തന്നെ ഈ ഒരു പഞ്ചായത്തുകൾ എത്രത്തോളം സ്വതന്ത്രമായിരിക്കണം, എത്രത്തോളം ഓട്ടോണമസ് ആയിരിക്കണമെന്നും നമ്മളുടെ ഇതേ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ തന്നെയാണ് തീരുമാനിക്കുക. ഇവർക്ക് ആ ഒരു ഷെഡ്യൂൾ 11 പറഞ്ഞിട്ടുള്ള കുറേയധികം പവേഴ്സ് ഇല്ലേ, അതും കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നതും നമ്മളുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ തന്നെയാണ്. അതും വോളണ്ടറി ആണ്. പിന്നെ ഈ ഒരു പഞ്ചായത്തുകൾക്ക് തന്നെ ഫിനാൻഷ്യൽ പവേഴ്സ് കൊടുത്തിട്ടുള്ളതും കൊടുക്കണോ വേണ്ടയോ, എത്ര കൊടുക്കണം എന്നും തീരുമാനിക്കാൻ പോണത് നമ്മളുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ തന്നെയാണ്. അപ്പോൾ നമ്മൾ കാണേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തുകൾക്ക് കുറേ പ്രൊവിഷൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും കുറേയൊക്കെ ഇപ്പോഴും പ്രോപ്പറായിട്ട് നടപ്പിലാക്കാണ്ടിരിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം പലതും വെറും വോളണ്ടറി ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ്.
നമ്മളുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനല്ല, ലെജിസ്ലേച്ചറാണല്ലോ പാസ്സാക്കുന്നത്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി, ഇഷ്ടമില്ലെങ്കിൽ കൊടുക്കണ്ട, അത്രേ ഉള്ളൂ. അപ്പോൾ അത്രയാണ് നമ്മൾ ആ 2 ഭാഗങ്ങളിൽ വരുന്നത്. നമ്മൾ 11th ഷെഡ്യൂളും പഠിച്ചു, 2 തരത്തിലുള്ള പ്രൊവിഷൻസും പഠിച്ചു. നമ്മൾ 11th ഷെഡ്യൂൾ തന്നെ ഏത് പ്രൊവിഷനായിട്ടാണ് വരുന്നത്? വോളണ്ടറി പ്രൊവിഷനായിട്ടാണ് വരുന്നത്, വേണമെങ്കിൽ കൊടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് വരുന്നത് പെസ, പഞ്ചായത്ത് രാജ് എക്സ്റ്റൻഷൻ ടു ഷെഡ്യൂൾഡ് ഏരിയാസ്. ഈ ഒരു പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിനെ കുറേ ഏരിയാസിൽ എക്സെപ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞില്ലേ, കുറേ സ്റ്റേറ്റുകളിൽ ഇത് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായില്ലേ. അപ്പോൾ ഇതിനെ പിന്നീട് ആ ഒരു സമയത്ത് ഇത് കൊണ്ടുവന്നില്ല, കാരണം ആദിവാസി മേഖലകളിലൊക്കെ ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ പ്രശ്നമായിട്ട് മാറും. ഇപ്പോൾ നമുക്കറിയാലോ 3 ടയർ ഉണ്ടെന്ന്, അതായത് വില്ലേജ് പഞ്ചായത്ത് ഉണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട്, നമ്മളെ ജില്ലാ പഞ്ചായത്ത് ഉണ്ട്. ചിലപ്പോൾ ജില്ലാ പഞ്ചായത്ത് വന്ന് വില്ലേജ് പഞ്ചായത്തിനെ ഭയങ്കരമായിട്ട് ഡൊമിനേറ്റ് ചെയ്യും. അപ്പോൾ ഒരു ആദിവാസി ഗ്രൂപ്പിനൊക്കെ ചിലപ്പോൾ ഡൊമിനേറ്റ് ചെയ്തെന്ന് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ആ ഒരു കൊണ്ടുവരുന്ന ആ ഒരു ടൈമിൽ നമ്മളെ പഞ്ചായത്ത് രാജ് സിസ്റ്റം പല സ്ഥലത്തും എക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഷെഡ്യൂൾഡ് ഏരിയാസിലോട്ട്, ഷെഡ്യൂൾ 5 ഏരിയാസിലോട്ട് നമുക്ക് 2 തരത്തിലുള്ള ഏരിയാസ് ഉണ്ട്, ഷെഡ്യൂൾ 5 ഉണ്ട്, ഷെഡ്യൂൾ 6 ഉണ്ട്. അപ്പോൾ ഷെഡ്യൂൾ 5 ഏരിയാസിലോട്ട് നമ്മളെ പെസ വഴി നമ്മളെ പഞ്ചായത്ത് രാജിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു 5th ഷെഡ്യൂൾ ഏരിയാസ് നമ്മൾ നോക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ ഈ 5th ഷെഡ്യൂൾ ഏരിയാസ് ഉണ്ട്. ആന്ധ്രാപ്രദേശിലുണ്ട്, തെലങ്കാനയിലുണ്ട്, ഛത്തീസ്ഗഡിലുണ്ട്, ഗുജറാത്തിലുണ്ട്, ഹിമാചൽ പ്രദേശിലുണ്ട്, ജാർഖണ്ഡിലുണ്ട്, മധ്യപ്രദേശിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, ഒഡീഷയിലുണ്ട്. അപ്പോൾ രാജസ്ഥാൻ പോലുള്ള പ്രദേശങ്ങളിലൊക്കെ ഷെഡ്യൂൾ ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കുറേയധികം എന്താ പറയുക, ഇത് നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ 93-ൽ തന്നെ കൊണ്ടുവന്നിരുന്നെങ്കിൽ പ്രശ്നമാകുമായിരുന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പെസ ആക്ട് ലേറ്ററാണ് കൊണ്ടുവന്നത്, 1996-ലാണ് നമ്മളുടെ ഈ ഒരു പെസ ആക്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ പെസ ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇത്തരം പ്രദേശങ്ങളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക, അല്ലേ? ഇതിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ആ ഒരു ആക്ടിൽ പറയുന്ന കാര്യം തന്നെ ഇതല്ലേ, എന്താണ്? പഞ്ചായത്ത് രാജ് എക്സ്റ്റൻഷൻ ടു ഷെഡ്യൂൾഡ് ഏരിയാസ്. അപ്പോൾ ഷെഡ്യൂൾഡ് ഏരിയാസിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവ്. അതിനുശേഷം എന്താ വരുന്നത്? നമ്മളുടെ ഈ ഒരു ട്രൈബൽ പോപ്പുലേഷൻ ആയിട്ടല്ലേ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ആദിവാസി മേഖലകളിലൊക്കെയാണ് എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, പ്രത്യേകിച്ച് ഹില്ലി ഏരിയാസിലൊക്കെ. അപ്പോൾ അവിടേക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അതുവഴി ഈ ഒരു പഞ്ചായത്ത് രാജ് സിസ്റ്റം അവർക്ക് കൊടുക്കുന്നത് വഴി അവർക്കൊരു സെൽഫ് റൂൾ, അവർ ഈ ഒരു ഗ്രാമസഭയൊക്കെ കൂട്ടിയിട്ട് അവർ തീരുമാനങ്ങൾ എടുക്കല്ലേ. അപ്പം അവർക്ക് കുറച്ചും കൂടെ സ്വയം ഭരണം നടത്താനായിട്ടാണ് ഇങ്ങനത്തെ ഈ ഒരു പെസ ആക്ട് വഴി പഞ്ചായത്ത് രാജിനെ എക്സ്റ്റെൻഡ് ചെയ്തത്. ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പല വ്യത്യാസങ്ങളും കാണും. നമ്മൾ ഗ്രാമസഭയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതൊക്കെ കാണും. കാരണം ആ ഒരു ആദിവാസി മേഖലയിൽ ആ ഒരു ആദിവാസി ഗോത്രത്തിൽപ്പെട്ടവർക്ക് കുറേ അധികം തീരുമാനങ്ങൾ എടുക്കാൻ പറ്റണം. മുകളിലത്തെ ബോഡീസിന് കുറേ കാര്യങ്ങൾ കൊടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ പഞ്ചായത്ത് രാജ് എക്സ്റ്റൻഷൻ ടു ഷെഡ്യൂൾഡ് ഏരിയാസ് എന്ന് പറയുമ്പോൾ കുറേ വ്യത്യാസങ്ങളുണ്ട്. നമ്മളുടെ മുന്നേ കണ്ട 93-ലത്തെ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൽ നിന്ന് പെസയിൽ വരുമ്പോൾ കുറേ അധികം വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി കൊണ്ടുവരണം എന്നുള്ളതൊരു ആഗ്രഹം തന്നെയായിരുന്നു. പിന്നെ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ നമ്മളുടെ അഡ്മിനിസ്ട്രേഷൻ ട്രഡീഷണൽ പ്രാക്ടീസസിനനുസരിച്ചായിരിക്കണം നമ്മളുടെ പ്രോപ്പറായിട്ടുള്ള അഡ്മിനിസ്ട്രേഷനൊക്കെ നടക്കുമ്പോൾ. ടു ഇവോൾവ് എ സ്യൂട്ടബിൾ അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിം വർക്ക് കൺസിസ്റ്റൻറ്റ് വിത്ത് ട്രഡീഷണൽ പ്രാക്ടീസസ്. ഈ ആദിവാസി ഗോത്ര വിഭാഗക്കാരുടെ കുറേ അധികം ട്രഡീഷണൽ പ്രാക്ടീസസ് ഉണ്ടാവും, അല്ലേ? അതുപോലെ തന്നെ നമ്മളുടെ ട്രൈബൽ ട്രഡീഷൻസും കസ്റ്റംസും ഒക്കെ ഇവരുടെ കമ്മ്യൂണിറ്റീസിൻ്റെ ട്രഡീഷൻസും കസ്റ്റംസും ഒക്കെ പ്രിസർവ് ചെയ്യണം, അല്ലേ? മുകളിൽ നിന്നുള്ള ബോഡീസ് വന്നു കഴിയുമ്പോൾ ഇതിനെയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, അവരവരുടെ മാത്രം ആവശ്യങ്ങൾക്കായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പെസയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ കമ്മ്യൂണിറ്റീസിനൊക്കെ നമ്മൾ അവരുടെ ട്രഡീഷനെയും കസ്റ്റംസിനെയും വളരെയധികം കാത്തു സൂക്ഷിക്കണം. പിന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ പഞ്ചായത്തിനെ എംപവർ ചെയ്യണം. എംപവർ പഞ്ചായത്ത് അറ്റ് ദി അപ്രോപ്രിയേറ്റ് ലെവൽസ് വിത്ത് സ്പെസിഫിക് പവേഴ്സ് കൺഡ്യൂസീവ് ടു ട്രൈബൽ റിക്വയർമെൻറ്റ്സ്. നമ്മളുടെ ട്രൈബൽ റിക്വയർമെൻറ്റ്സിനായിട്ട് ആവശ്യമായിട്ടുള്ള പവേഴ്സ് നമ്മൾ പഞ്ചായത്ത് സിസ്റ്റത്തിന് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പെസയിലോട്ട് വരുമ്പോൾ ആ ഒരു ആദിവാസി വിഭാഗക്കാർക്ക് പ്രോപ്പറായിട്ട് പവേഴ്സ് കൊടുക്കാനാണ് ഇതിൽ കൂടുതലും ശ്രദ്ധ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ, ടു പ്രിവെൻറ്റ് പഞ്ചായത്ത് അറ്റ് ദി ഹയർ ലെവൽ ഫ്രം അസ്യൂമിങ് ദ പവേഴ്സ് ആൻഡ് അതോറിറ്റി ഓഫ് പഞ്ചായത്ത് അറ്റ് ലോവർ ലെവൽ ഓഫ് ഗ്രാമസഭ. അപ്പോൾ താഴെ തട്ടിലുള്ള പഞ്ചായത്തുകളെ മോളി തട്ടിലുള്ള പഞ്ചായത്തിൻ്റെ ലെവൽസ് നമ്മൾ കണ്ടില്ലേ, 3 ലെവലാണ് നമ്മളുടെ ആദ്യത്തെ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിലുള്ളത്. 96-ലത്തെ പെസ ആക്ടിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ മോളിലത്തെ ലെവലിലത്തുള്ളവരൊന്നും ഇവിടെ വന്ന് ഒരു വിധത്തിലുള്ള അധികാര സ്ഥാപനം നടത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ പ്രിസർവ് ചെയ്ത് വെച്ചതും ഇങ്ങനെ പെസ എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ആക്ട് കൊണ്ടുവന്നതും തന്നെ. ഇവിടെ മോളിൽ നിന്ന് ആരും നിങ്ങളെ
പണി തരാനൊന്നും വരാൻ പോണില്ല. താഴത്തുള്ള ഗ്രാമസഭയ്ക്ക് തന്നെ കുറേ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇത് മറ്റ് പ്രദേശങ്ങൾ പോലെയല്ല, ഇത് ആദിവാസി പ്രദേശങ്ങളാണ്. അവർക്ക് അവരുടെ ട്രഡീഷൻസും അവരുടേതായിട്ടുള്ള കസ്റ്റംസും എല്ലാം പ്രിസർവ് ചെയ്തിട്ട് വേണം അവർക്ക് ജീവിക്കാനായിട്ട്. മറ്റേതുപോലെ എല്ലാം ഇവിടെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിനെ ഇങ്ങോട്ടും കൂടെ നമ്മളുടെ ഈ ഒരു ഷെഡ്യൂൾഡ് ഏരിയാസിലേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുക. നമ്മളുടെ ആദിവാസി വിഭാഗങ്ങൾക്ക് ഒരു സെൽഫ് റൂൾ, ഒരു സ്വയം ഭരണം നൽകുക. അവരുടെ ഇടയിൽ ഒരു പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി, അവരെല്ലാം ഒരുമിച്ച് പങ്കെടുത്ത് തീരുമാനങ്ങൾ എടുക്കുന്ന പദ്ധതികൾ രൂപീകരിക്കുന്ന ഒരു ജനാധിപത്യം കൊണ്ടുവരിക. അതിനുശേഷം ഇവിടെ നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിംവർക്കിനെ ഇവിടുത്തെ നമ്മുടെ ആദിവാസികളുടെ ട്രഡീഷണൽ പ്രാക്ടീസസിനോട് അതിനോട് യോജിക്കുന്ന രീതിയിലാക്കുക. നമ്മളുടെ ആദിവാസികളുടെ ട്രഡീഷൻസും കസ്റ്റംസും പ്രിസർവ് ചെയ്തുകൊണ്ട് പോവുക. നമ്മളുടെ പഞ്ചായത്തിന് അത്യാവശ്യത്തിന് പവേഴ്സ് കൊടുക്കുക. നമ്മളുടെ ഈ ഒരു ട്രൈബൽ റിക്വയർമെൻറ്റ്സ്, ഇപ്പോൾ നമുക്ക് വനത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ നേടിയെടുക്കണം, അങ്ങനത്തെ കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും നമ്മൾ ആദിവാസി വിഭാഗക്കാരായിരിക്കുമ്പോൾ. സാധാ ഒരു പഞ്ചായത്ത് പോലെയല്ല. പിന്നെ നമ്മളുടെ താഴെ തട്ടിലുള്ള പഞ്ചായത്ത് സിസ്റ്റത്തിനെ മുകളിലെ തട്ടിലുള്ളവരൊന്നും വന്ന് മെക്കിട്ട് കയറാൻ പാടില്ല. ഹയർ ലെവൽസിലുള്ളവർ ഇവരെ ഡൊമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതും കൂടിയാണ് നമ്മളുടെ പെസ ആക്ട് ആയിട്ട് കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ ഒബ്ജക്റ്റീവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ആ ഒരു പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൽ തന്നെ ഇവിടെ കൊണ്ടുവരായിരുന്നു അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് എന്നറിയാം. എന്തൊക്കെയാണ് ഇപ്പോൾ പെസ ആക്ട് വന്നപ്പോൾ ഉള്ള ഫീച്ചേഴ്സിനും കൂടെ നമുക്ക് നോക്കാം. ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഈ ഒരു എന്താ പറയുക, നമ്മളെ പഞ്ചായത്തുകൾക്കായിട്ട് ഇവിടെ കൊണ്ടുവരുന്ന ആ ഒരു നിയമനിർമ്മാണം ഉണ്ടല്ലോ, ലെജിസ്ലേഷൻ, അത് നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളോട് ഒത്തിണങ്ങി പോകുന്ന കാര്യങ്ങളായിരിക്കണം. എ സ്റ്റേറ്റ് ലെജിസ്ലേഷൻ ഓൺ ദ പഞ്ചായത്ത് ഇൻ ദ ഷെഡ്യൂൾഡ് ഏരിയാസ് ഷാൾ ബി ഇൻ കൺസണൻസ് വിത്ത് ദ കസ്റ്റമറി ലോ, social and religious practices and traditional management practices of community resources. നമ്മളുടെ ഇവിടുത്തെ കമ്മ്യൂണിറ്റി റിസോഴ്സസ് ഒക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ, നമ്മളുടെ ആദിവാസി ഗോത്ര വിഭാഗക്കാരുടെ കാര്യങ്ങളൊക്കെ അവരുടെ ട്രഡീഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നിയമനിർമ്മാണം മാത്രമേ ഈ പഞ്ചായത്തുകൾക്കായിട്ട് നമ്മളെ സ്റ്റേറ്റ് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. നമ്മളെ സ്റ്റേറ്റ് ഇതൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ആദിവാസി ഗോത്ര വിഭാഗക്കാരെ സ്പെഷ്യലായിട്ട് ഓർക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ വില്ലേജുകൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഹാംലെറ്റ്സ് അതിനെ പ്രോപ്പറായിട്ട് ഇൻവോൾവ് ചെയ്യിക്കുന്ന രീതിയിലാണ്. അല്ലാതെ ഇവരെ തമ്മിൽ ഡിവൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ വിവിധ കമ്മ്യൂണിറ്റികൾ, ചിലപ്പോൾ നമ്മൾ വില്ലേജ് പ്രോപ്പറായിട്ട് തരംതിരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് ആദിവാസി ഗോത്ര വിഭാഗക്കാർ പല സ്ഥലത്തായിട്ട് ഒരുമിച്ച് നിന്ന് പോയിന്ന് വരും, സെപ്പറേറ്റ് അങ്ങനെയൊക്കെ മാറിപ്പോയിന്ന് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഇതിനെ കമ്മ്യൂണിറ്റി ഹാംലെറ്റ്സ് അനുസരിച്ചാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. എ വില്ലേജ് ഷാൾ ഓർഡിനറിലി കൺസിസ്റ്റ് ഓഫ് എ ഹാബിറ്റേഷൻ ഓർ എ ഗ്രൂപ്പ് ഓഫ് ഹാബിറ്റേഷൻസ് ഓർ എ ഹാംലെറ്റ് ഓർ എ ഗ്രൂപ്പ് ഓഫ് ഹാംലെറ്റ്സ് കംപ്രൈസിങ് എ കമ്മ്യൂണിറ്റി ആൻഡ് മാനേജിങ് ഇറ്റ്സ് അഫയേഴ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ട്രഡീഷൻസ് ആൻഡ് കസ്റ്റംസ്. ഇപ്പോൾ ഓരോ കമ്മ്യൂണിറ്റിയിലോട്ട് പോകുമ്പോഴും, ഇപ്പോൾ ഓരോ ആദിവാസി ഗോത്ര വിഭാഗത്തിലോട്ട് പോകുമ്പോഴും അവരുടെ ട്രഡീഷൻസ് മാറും. അപ്പോൾ ഒരു വില്ലേജ് എന്ന് പറയുമ്പോൾ ഒരു ആദിവാസി ഗോത്ര വിഭാഗം മാത്രമായിരിക്കാനൊക്കെ അതിൻ്റെ ഒരു ഹോമോജിനിറ്റി പാലിക്കാനൊക്കെ ശ്രമിക്കണം. ഇപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് പല വിഭാഗങ്ങളെ ഉൾപ്പെടുത്തേണ്ടി വരും. പക്ഷെ സിമിലർ ആയിട്ടുള്ള ട്രഡീഷൻസ് കസ്റ്റംസ് ഒക്കെ വെച്ചിട്ട് അവരെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ ഇവിടെ ഗ്രാമസഭയെ കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. എവ്രി വില്ലേജ് ഷാൾ ഹാവ് എ ഗ്രാമസഭ കൺസിസ്റ്റിംഗ് ഓഫ് പേഴ്സൺസ് ഹൂസ് നെയിംസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഇലക്ടറൽ റോൾസ് ഫോർ ദ പഞ്ചായത്ത് അറ്റ് ദി വില്ലേജ് ലെവൽ. നേരത്തുള്ളത് തന്നെ നമ്മുടെ പഞ്ചായത്തിൽ വില്ലേജ് ലെവലിൽ ഗ്രാമസഭകൾ കൂടുന്നതിനെ കുറിച്ച് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പെസ ആക്ടിലും അതുണ്ട്. ഈ ഗ്രാമസഭയ്ക്ക് കുറേ അധികം പവേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഗ്രാമസഭേനെ പ്രത്യേകം എടുത്ത് പറയുന്നത്. അത് നമ്മൾ കാണും. എവ്രി ഗ്രാമസഭ ഷാൾ ബി കമ്പീറ്റന്റ് ടു സേഫ് ഗാർഡ് ആൻഡ് പ്രിസർവ് ദ ട്രഡീഷൻസ് ആൻഡ് കസ്റ്റംസ് ഓഫ് ദ പീപ്പിൾ, their cultural identity, community resources and the customary mode of dispute resolution. അപ്പോൾ ഈ ഗ്രാമസഭകൾക്ക് ഈ നമ്മളുടെ ആദിവാസി ഗോത്ര വിഭാഗക്കാരുടെ ട്രഡീഷൻസ് കാത്തു സൂക്ഷിക്കാനായിട്ട്, അതുപോലെ തന്നെ അവരുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റി, അവരുടെ കസ്റ്റംസ്, അവരുടേതായിട്ടുള്ള കുറച്ച് റിസോഴ്സസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ചില വിഭാഗക്കാർ ഇന്ന കാര്യങ്ങളൊക്കെ കാട്ടിൽ നിന്ന് ശേഖരിക്കണവരൊക്കെ ആയിരിക്കും. അതൊക്കെ കാത്തു സൂക്ഷിക്കാൻ, അതുപോലെ തന്നെ അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള രീതിയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ മൂപ്പന് ഇരുന്നിട്ടായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ടാവുക. ഇതൊക്കെ നമ്മളെ ഗ്രാമസഭകൾ വഴിയാണ് നടത്തുക. ഗ്രാമസഭകളാണ് ഇതൊക്കെ സേഫ് ഗാർഡ് ചെയ്യുക. ഇത് ഇങ്ങനെ കൊണ്ടുവരാൻ കാരണം എന്താ? ഇങ്ങനെയല്ലെങ്കിൽ
നമ്മളുടെ മുകളിലുള്ളവർ നമ്മളുടെ ആദിവാസി ഗോത്ര വിഭാഗക്കാരെ ചൂഷണം ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ ഗ്രാമസഭയ്ക്ക് വേറെയും കാര്യങ്ങൾ വരുന്നുണ്ട്. ഗ്രാമസഭയാണ് ഇവിടുത്തെ പ്ലാൻ, സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള പ്ലാനൊക്കെ അവരാണ് അപ്രൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടുത്തെ പോവർട്ടി എലിവേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഇല്ലേ, നമ്മളുടെ ഇവിടെ എന്താ പറയുക, പല വിധത്തിൽ ഇവിടെ നമ്മളുടെ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള പല പ്രോഗ്രാംസിലും അതിൻ്റെ ഒക്കെ ബെനിഫിഷ്യറീസ് ആരൊക്കെ ആയിരിക്കണം. ഇപ്പം നമ്മളുടെ BPL അല്ലെങ്കിൽ അന്ത്യോദയ അന്ന യോജനയോ അങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആർക്കൊക്കെയാണ് കിട്ടേണ്ടതെന്നൊക്കെ തീരുമാനിക്കാൻ പോകുന്നത് ഈ ഒരു പഞ്ചായത്ത് രാജ് എക്സ്റ്റൻഷൻ ടു ഷെഡ്യൂൾഡ് ഏരിയാസിൽ നമ്മളുടെ ഗ്രാമസഭയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ഗ്രാമസഭയുടെ കാര്യത്തിൽ കുറേ അധികം പെർമിഷൻസും ഗ്രാമസഭയിൽ നിന്ന് നേടണം. എവ്രി പഞ്ചായത്ത് അറ്റ് ദ വില്ലേജ് ലെവൽ ഷാൾ ബി റിക്വയർഡ് ടു ഒബ്റ്റെയിൻ ഫ്രം ദ ഗ്രാമസഭ a certification of utilization of funds for the above plans, programs and projects. അപ്പോൾ ഈ പറഞ്ഞ പ്ലാൻ, പ്രോഗ്രാം, പ്രൊജക്റ്റ് ഒക്കെ ഇല്ലേ, ഇക്കാര്യങ്ങളിലൊക്കെ നമ്മളെ പഞ്ചായത്ത്, നമ്മളെ ഗ്രാമസഭയുടെ മുകളിലാണല്ലോ. ഗ്രാമസഭ എന്ന് പറയുമ്പോൾ പഞ്ചായത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ബോഡി മാത്രമാണ്. അപ്പോൾ പഞ്ചായത്ത് ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മളെ ഗ്രാമസഭയോട് ചോദിക്കണം, അവരുടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ് നേടണം. എന്നാൽ മാത്രമേ അവർക്ക് അക്കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, ഈ ഒരു ഷെഡ്യൂൾഡ് ഏരിയാസിലോട്ട് വരുമ്പോൾ ഗ്രാമസഭകളുടെ കയ്യിലുള്ള പവർ വളരെയധികം കൂടുതലാണ്. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ റെപ്രസെൻറ്റേഷനിലോട്ട് വരുമ്പോൾ നമ്മളെ ഷെഡ്യൂൾഡ് ട്രൈബ്സിന് ഹാഫ് ദ സീറ്റ്സ് എങ്കിലും അവർക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ ചെയർപേഴ്സൺ എപ്പോഴും നമ്മളുടെ ഷെഡ്യൂൾഡ് ട്രൈബിൽ നിന്നുള്ള ആളായിരിക്കണം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോപ്പുലേഷൻ അനുസരിച്ച് തീരുമാനിക്കാം. പിന്നെ നമ്മളെ സ്റ്റേറ്റിന് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഷെഡ്യൂൾഡ് ട്രൈബിന് അതിന് മാത്രം പോപ്പുലേഷൻ ഇല്ല, അതിന് മാത്രം റെപ്രസെൻറ്റേഷൻ കിട്ടാനുള്ള ഒരു അവസരം ഇല്ലെങ്കിൽ 10% താഴെ നോമിനേഷൻ വഴി നമ്മളെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അയക്കാൻ പറ്റും ഷെഡ്യൂൾഡ് ട്രൈബ്സിനെ തന്നെ. അത് അങ്ങനെ പ്രോപ്പറായിട്ട് റെപ്രസെൻറ്റേഷൻ ഇല്ല എന്നൊക്കെ തോന്നുമ്പോഴാണ് അവിടെയും 10% താഴെ ആയിരിക്കണം ആ ഒരു നോമിനേഷൻ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ലാൻഡ് അക്വിസിഷൻ ഒക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മളെ ഗ്രാമസഭേനെ കൺസൾട്ട് ചെയ്യണം. നമ്മളെ മൈനർ വാട്ടർ ബോഡീസ്, ഈ നമ്മളുടെ ഈ ഒരു ആദിവാസി വിഭാഗങ്ങളുടെ അടുത്തുള്ള വാട്ടർ ബോഡീസിലോട്ടൊക്കെ അവിടെയൊക്കെ ആക്സസ് കിട്ടണമെങ്കിൽ അത് നമ്മളെ ഗ്രാമസഭയോട് ചോദിക്കണം. മൈനിങ് ലീസ് കൊടുക്കേണ്ട അവരാണ്, മൈനർ മിനറൽസിനെ കുറിച്ച് തീരുമാനം എടുക്കുന്നതും അവരാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മളെ ഗ്രാമസഭ അത്രയ്ക്കധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു പഞ്ചായത്ത് രാജ് സിസ്റ്റം 93-ലത്തത് ഇവിടെ നേരിട്ട് അപ്ലൈ ചെയ്യാണ്ടിരുന്നത്. നമ്മളുടെ പഞ്ചായത്ത് രാജ് എക്സ്റ്റൻഷൻ ടു ഷെഡ്യൂൾഡ് ഏരിയാസിലോട്ട് വരുമ്പോൾ നമ്മളെ ഗ്രാമസഭ വളരെയധികം പവർഫുള്ളാണ്. പിന്നെ നമ്മളുടെ സ്റ്റേറ്റ് ലെജിസ്ലേഷൻ തന്നെ എൻഷുർ ചെയ്യണം. നമ്മളെ ഗ്രാമസഭയ്ക്ക് നമ്മളെ വില്ലേജ് പഞ്ചായത്തുകൾക്ക് കൊടുത്തിട്ടുള്ള പവേഴ്സിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഇല്ലേന്ന് പ്രോപ്പറായിട്ട് അവിടെ ഇൻടോക്സിക്കൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ കാണാറുണ്ട്. ഈ ആദിവാസി വിഭാഗക്കാർ നമ്മളുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് ഈ മദ്യം അങ്ങനത്തെ ഒക്കെ ഉപയോഗത്തിൽ പെട്ടുപോകുന്നതിനെ കുറിച്ച്. അപ്പോൾ ഈ ഒരു ഗ്രാമസഭ പഞ്ചായത്തുകൾക്കൊക്കെ ഇവിടുത്തെ ഇൻടോക്സിക്കൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട്, പിന്നെ ഇവിടുത്തെ മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസിൻ്റെ ഒക്കെ ഓണർഷിപ്പ് കിട്ടാനായിട്ട്, പിന്നെ ഈ ഒരു ആ പ്രദേശത്ത് ഏലിയനേഷൻ ഓഫ് ലാൻഡ് ഇല്ലെന്ന് എൻഷുർ ചെയ്യാനുള്ള അധികാരം അവർക്ക് കൊടുക്കണം. അവിടുത്തെ വില്ലേജ് മാർക്കറ്റ്സ് കൺട്രോൾ ചെയ്യാനായിട്ട്, പിന്നെന്താ ഈ ഒരു നമ്മളുടെ ഷെഡ്യൂൾഡ് ട്രൈബുകളുടെ ഇടയിൽ മണി ലെൻഡിങ് കൺട്രോൾ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ നാട്ടിൽ നിന്നുള്ളവർ വന്നിട്ട് ഇവരെ പറ്റിച്ചുകൊണ്ട് പോകും അല്ലേ. അതുപോലെ തന്നെ ഇവിടുത്തെ ഇതിൻ്റെ ഉള്ളിലത്തെ സോഷ്യൽ സെക്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പം നമ്മളുടെ സ്കൂളോ ഹോസ്പിറ്റലോ പോലുള്ള കാര്യങ്ങൾ, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ട്രൈബൽ സബ് പ്ലാൻസ് ഉണ്ടാവും. ആദിവാസി വിഭാഗങ്ങൾക്കായിട്ടുള്ള സബ് പ്ലാൻസിലും ഒരു ലോക്കൽ പ്ലാനിങ്ങിലും ഒക്കെ ഇൻവോൾവ് ചെയ്യാൻ ഈ പഞ്ചായത്തുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അവർക്ക് പവർ കൊടുക്കണമെന്നും ഈ ഒരു പെസ ആക്ടിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഹയർ ലെവല് ഒരിക്കലും താഴത്തെ ലെവലുകളെ അടക്കി ഭരിക്കരുത്. നമ്മളുടെ ഗ്രാമസഭ വില്ലേജ് പഞ്ചായത്തിനൊന്നും മുകളിലുള്ളവരൊന്നും ഒരിക്കലും അടക്കി ഭരിക്കരുത്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്, നമ്മളുടെ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അറേഞ്ച്മെന്റ്സ് ഈ ഒരു പെസ ആക്ടിന്റെ കീഴിൽ ഷെഡ്യൂൾ ഏരിയ 5-ലാണല്ലോ ഇതുള്ളത്. അപ്പോൾ ആ ഒരു ഷെഡ്യൂൾ ഏരിയ 5-ലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് അറേഞ്ച്മെന്റ്സ് മൊത്തം ഷെഡ്യൂൾ 6 പ്രകാരമായിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ലോസ് മുൻപുണ്ടായിരുന്ന ഇവിടുത്തെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യങ്ങളൊക്കെ പോകണം. ഇനിയിപ്പോൾ പെസ വന്നു കഴിഞ്ഞാൽ പെസയാണ് 1 വർഷത്തിനുള്ളിൽ ബാക്കി നിയമങ്ങളൊക്കെ മാറിപ്പോണം, നമ്മളുടെ പഞ്ചായത്ത് രാജ് ആക്ടിൽ നമ്മൾ പറഞ്ഞതുപോലെ. അപ്പോൾ അത്രയാണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു, ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഓൾറെഡി റിവൈസ് ചെയ്തതാണ്. ഫങ്ഷൻസ് എന്തൊക്കെയായിരുന്നു? ഫങ്ഷൻസ് ഇവിടെ നമ്മളുടെ ഫീച്ചേഴ്സാണ് നമ്മൾ പഠിച്ചത്. ഫീച്ചേഴ്സ് നമ്മളുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് വേണം ഈ കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കാനായിട്ട്, നിയമങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട്.
കമ്മ്യൂണിറ്റി ഹാംലെറ്റ്സ് ഉൾക്കൊള്ളുന്ന രീതിയിൽ വേണം നമ്മളുടെ വില്ലേജ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. നമ്മളുടെ ഗ്രാമസഭ എന്ന് പറയുമ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാമസഭയ്ക്ക് നമ്മളുടെ ട്രൈബൽ ട്രഡീഷൻസ് കൺസർവ് ചെയ്യാനുള്ള അധികാരം കൊടുക്കണം. അതുപോലെ തന്നെ അവരാണ് ഈ ഒരു സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള പ്ലാനുകൾ, അതുപോലെ തന്നെ പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസിൽ ആരൊക്കെ ആയിരിക്കണം ബെനിഫിഷ്യറീസ്, അതിൻ്റെ ആനുകൂല്യം ആർക്കൊക്കെയാണ് കിട്ടേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രാമസഭയോട് ചോദിക്കണം, എന്തെങ്കിലും പ്ലാൻ പ്രോഗ്രാമിലൊക്കെ തീരുമാനം എടുക്കുമ്പോൾ വില്ലേജുകാർ നമ്മളുടെ ഗ്രാമസഭയുടെ നിന്ന് സർട്ടിഫിക്കറ്റ് ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ് നേടണം. അതുപോലെ തന്നെ അവിടുത്തെ റിസർവേഷനിലോട്ട് വരുമ്പോൾ STകൾക്ക്, അതായത് ഷെഡ്യൂൾഡ് ട്രൈബുകൾക്ക് പകുതി സീറ്റെങ്കിലോടെ ഉണ്ടായിരിക്കണം. ചെയർപേഴ്സൺ എപ്പോഴും ഷെഡ്യൂൾഡ് ട്രൈബിൽ നിന്നായിരിക്കണം. ബാക്കിയൊക്കെ പോപ്പുലേഷൻ വെച്ച് നിങ്ങൾ തീരുമാനിച്ചോ. പിന്നെ ഇപ്പോൾ ഏതെങ്കിലും ഷെഡ്യൂൾഡ് ട്രൈബിന് അവിടെ റെപ്രസെൻറ്റേഷൻ ഇല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ സ്റ്റേറ്റിന് അവരെ നോമിനേറ്റ് ചെയ്യാം. പക്ഷേ നോമിനേഷൻ 10% മുകളിൽ പോവരുത്. പിന്നെ നമ്മളുടെ ഈ ഗ്രാമസഭകളെ ലാൻഡ് അക്വിസിഷന് മുന്നേ, അവിടുത്തെ സ്ഥലമൊക്കെ ഏറ്റെടുക്കുന്നതിന് മുന്നേ കൺസൾട്ട് ചെയ്യണം. മൈനർ വാട്ടർ ബോഡീസിൻ്റെ കാര്യത്തിൽ അവരോട് ചോദിക്കണം. ഇവിടുത്തെ മൈനിങ് ലീസിൻ്റെ കാര്യം, മൈനർ മിനറൽസിൻ്റെ കാര്യം, ഇതൊക്കെ അവരോട് ചോദിക്കണം. പിന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഈ വില്ലേജ് പഞ്ചായത്തുകൾക്കും ഗ്രാമസഭകൾക്കും ഒക്കെ ഇവിടുത്തെ ഇൻടോക്സിക്കൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലേ, മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസിൻ്റെ കാര്യത്തിൽ ഓണർഷിപ്പ് ഇല്ലേ, അതുപോലെ തന്നെ ഇവിടെ ലാൻഡ് ഏലിയനേഷൻ ഇല്ലാതെ, അതായത് ലാൻഡ് വെറുതെ ആരും ഇല്ലാതായിട്ട് പോകുന്ന രീതിയൊന്നും ഇല്ലാതെ കിടക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ എൻഷുർ ചെയ്യാനായിട്ട്, പിന്നെ വില്ലേജ് മാർക്കറ്റ്സ് കൺട്രോൾ ചെയ്യാനായിട്ട്, മണി ലെൻഡിങ് കൺട്രോൾ ചെയ്യാനായിട്ട്, നമ്മളെ സോഷ്യൽ സെക്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മേലൊരു കൺട്രോൾ കിട്ടാനായിട്ട്, ട്രൈബൽ സബ് പ്ലാൻസ് ഉണ്ടാക്കാനായിട്ട്, ഇതിലൊക്കെ അവർക്ക് ഇൻവോൾവ്മെന്റ് ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ ഒരിക്കലും ഹയർ ലെവൽ ബോഡീസ്, താഴെ ലെവലിലുള്ളവരെ ഒന്നും ഒരിക്കലും അവരുടെ മുകളിൽ പവർ എടുക്കരുത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പഠിച്ചത്, നമ്മളുടെ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് അറേഞ്ച്മെന്റ്സ് എന്നുള്ളത് ഷെഡ്യൂൾ 6 പ്രകാരമായിരിക്കണം. പിന്നെ ഇവിടെ എന്തെങ്കിലും ഇൻകൺസിസ്റ്റന്റ് ലോസ് ഉണ്ടെങ്കിൽ, പണ്ടുണ്ടായിരുന്ന ലോസ് ഒക്കെ പോകണം. ഇനിയിപ്പോൾ പെസയാണ്, 1996 മുതൽ പെസയാണെന്ന് ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പഞ്ചായത്ത് രാജിന് എങ്ങനെയാണ് ഫിനാൻസസ് വരുന്നത് എന്നുള്ളതാണ്. ഇതിനെപ്പറ്റി നമ്മൾ സെക്കൻഡ് ARC 2005 മുതൽ 2009 വരെയുള്ള ആ ഒരു സെക്കൻഡ് ARC പഠനം നടത്തി പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മളുടെ ഈ പഞ്ചായത്ത് രാജുകൾക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ വരുമാനവും നമ്മളുടെ സെൻട്രലിൽ നിന്നുള്ള ഗ്രാൻസ്, അല്ലെങ്കിൽ നമ്മളെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനൊക്കെ പറഞ്ഞതിനനുസരിച്ച് ഡെവല്യൂഷൻ നടത്തുമല്ലോ, അവരുടേതായിട്ടുള്ള ടാക്സ് വഴി കിട്ടിയ കാശൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അതായത് നിങ്ങൾ ഇത്ര എടുത്തോ, നിങ്ങൾക്ക് ഇത്ര ഞങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ, അതിനാണ് ഈ ഡെവല്യൂഷൻ എന്ന് പറയുന്നത്. ടാക്സ് മണി അവർ പിരിച്ചതിന് ശേഷം കുറച്ച് ഇന്നാ മക്കളെ പഞ്ചായത്തുകാരെ എടുത്തോന്നും പറഞ്ഞിട്ട് മാറ്റി വെക്കുന്നതിനാണ് ഡെവല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ലോൺ, ഗ്രാൻറ്റുകൾ, അതുപോലെ തന്നെ നമ്മളുടെ സെൻട്രൽ സ്പോൺസേഡ് സ്കീംസ്, ഇപ്പോൾ അഗ്രികൾച്ചറിൻ്റെ കാര്യത്തിലോ, ഇപ്പോൾ നമ്മളുടെ PDSൻ്റെ കാര്യത്തിലോ, PDS ഞാൻ പറഞ്ഞില്ല, റേഷൻ കട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫിഷറീസിൻ്റെ കാര്യത്തിലോ, ആനിമൽ ഹസ്ബൻഡറിയുടെ കാര്യത്തിലോ ഒക്കെ നമ്മളുടെ സെൻട്രലിൻ്റെതായിട്ടുള്ള കുറേ സ്കീംസ് ഒക്കെ ഉണ്ടാവും. അത് സെൻട്രൽ സ്പോൺസേഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അവരുടെ അലൊക്കേഷൻ കിട്ടും. പിന്നെ വേറെന്താ വരുന്നത്, പിന്നെ വരുന്നത് ഇന്റേണൽ റിസോഴ്സ് ജനറേഷനാണ്. ഇതാണ് നമ്മുടെ പഞ്ചായത്തുകാർക്ക് സ്വന്തമായിട്ടുള്ളത്. ബാക്കിയൊക്കെ അവർക്ക് പുറത്തുനിന്ന് കിട്ടുന്നതാണ്. അവർക്ക് ഒരു വിധത്തിലുള്ള കൺട്രോൾ അതിൻ്റെ മേലില്ല. ഇന്റേണൽ റിസോഴ്സ് ജനറേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ച് ടാക്സ് കളക്ട് ചെയ്യാം, കുറച്ച് ടോൾ കളക്ട് ചെയ്യാം, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും പല സ്റ്റേറ്റുകളും പ്രോപ്പറായിട്ട് ഇവർക്ക് റിസോഴ്സസ് ഒന്നും കൊടുത്തിട്ടില്ല. ആകെ കേരള, കർണാടക, തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകൾ മാത്രമാണ് കുറച്ചെങ്കിലും പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിനെ എംപവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ അവിടെ പോലും നമ്മളെ പഞ്ചായത്തുകൾക്ക് മതിയായ റിസോഴ്സസ് ഒന്നും ഇല്ല, അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഫണ്ട്സ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അവരെങ്ങനെയാണ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നോക്കി നടത്തുക? അവർക്ക് കാശുണ്ടെങ്കിലല്ലേ, അവർക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഫണ്ട് ഉണ്ടെങ്കിലല്ലേ അവർക്ക് ആൾക്കാരെ നിർത്താനും കാര്യങ്ങൾ നോക്കി നടത്താനൊക്കെ പറ്റുള്ളൂ. അതാണ് നമ്മൾ നോക്കേണ്ടത്. എന്തൊക്കെയാണ് ഇങ്ങനെ ഇവിടെ ഫിനാൻസിൻ്റെ കാര്യത്തിൽ ഇഷ്യൂസ് ആയിട്ട് വരുന്നത് നമുക്ക് നോക്കാം. നമ്മളുടെ ഈ ഒരു ഇന്റേണൽ റിസോഴ്സ് ജനറേഷൻ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ പഞ്ചായത്തുകാർക്ക് അവരവരുടേതായിട്ടുള്ള കുറച്ച് ടാക്സും ടോളും കാര്യങ്ങളൊക്കെ പിരിക്കാനുള്ള ആ ഒരു അവകാശം, അതൊക്കെ വളരെ ലോ ആണ്. അതൊക്കെ വളരെ ലോ ആയിട്ടാണ് പിരിവ് വരുന്നത്, വളരെ വീക്കാണ്. പിന്നെ ഹെവി ഡിപ്പെൻഡൻസി ഓൺ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. നമ്മൾ കണ്ടു, നമ്മളെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഡെവല്യൂഷൻ വഴി ടാക്സിൽ നിന്ന് ഇന്നാ മക്കളെ പഞ്ചായത്തെ പിടിച്ചു എന്ന് പറഞ്ഞ് തരുന്ന കാശ്, അതുപോലെ തന്നെ സെൻറ്റർ തരുന്ന കാശും കുറേ ഗ്രാൻസും, പിന്നെ നമ്മളെ സെൻട്രലി സ്പോൺസേഡ് സ്കീമിലായിട്ടൊക്കെ വരുന്ന കാശൊക്കെ മാത്രമേ അവർക്കുള്ളൂ. ഇതിലൊന്നും അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. സെൻറ്റർ പറയും നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു പറയുമ്പോൾ അതിനനുസരിച്ച് ചെയ്യേണ്ടി വരും. ഈ ഗ്രാൻസ് എന്ന് പറയുന്നത് തന്നെ കൂടുതലും സ്കീം സ്പെസിഫിക് ആണ്, ലിമിറ്റഡ് ഡിസ്ക്രിപ്ഷൻ. പഞ്ചായത്തുണ്ട്, പഞ്ചായത്തിന് പക്ഷെ അധികാരമില്ല. കാശ് കിട്ടുന്ന മൊത്തം ഇവർ തരുന്ന കാശാണ്. നമുക്ക് വല്ലവരും തരുന്ന കാശിൽ നമുക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുമോ? സ്റ്റേറ്റ് ഇങ്ങനെ കാശ് തരാണ്, അപ്പോൾ സ്റ്റേറ്റ് തന്നെ പറയും നിങ്ങൾ കാശ് തരണത് ഇങ്ങനെ വേണം ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പഞ്ചായത്തുകാർക്ക് പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ല. അപ്പോൾ എന്താ, നമ്മളിവിടെ ഒരു എന്താ പറയുക പഞ്ചായത്ത് രാജ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ അതിന് പ്രോപ്പറായിട്ടുള്ള ഫിനാൻസസ് നമ്മൾ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ
ഈ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റാണല്ലോ കുറേ അധികം കാശ് കൊടുക്കുന്നത്. ഇവർ തന്നെ ടൈറ്റാണ്. നമ്മളിപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ കാര്യം കാണുന്നില്ലേ, ശമ്പളം കൊടുക്കാൻ വരെ കഷ്ടപ്പെട്ടാണ്. അവരെങ്ങനെയാണ് പഞ്ചായത്തിന് കൊണ്ടേ കാശ് കൊടുക്കുക? അപ്പോൾ അത് മറ്റൊരു പ്രശ്നമായിട്ട് മാറും. പിന്നെ ഈ ഒരു 11th ഷെഡ്യൂൾ മാറ്റേഴ്സ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി പറഞ്ഞില്ല, അത് വോളണ്ടറി ആണ്, വേണമെങ്കിൽ കൊടുത്താൽ മതി. അപ്പോൾ ഈ 11th ഷെഡ്യൂൾ മാറ്റേഴ്സ് പലതും നമ്മളെ സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ കൈയടക്കി വെച്ചേക്കാണ്. പിന്നെ ഇവിടെ നമ്മൾ കാണേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളെ പഞ്ചായത്തിന് നമ്മളുടെ എന്താ പറയുക 73rd അമെൻമെൻറ്റ് ആക്ട് വഴി കുറേ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൊടുത്തു. ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു, നമ്മളുടെ പാർട്ട് 9 ഷെഡ്യൂൾ 11 അതിൽ കുറേ പവേഴ്സൊക്കെ കൊണ്ടുവന്നു. പക്ഷേ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തു. പക്ഷേ ഇതിനുള്ള റിസോഴ്സസ് എവിടെ? കാശുണ്ടെങ്കിലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. എന്നോട് പറഞ്ഞു ബിരിയാണി വിതരണം ചെയ്യാൻ, നാട്ടുകാർക്കൊക്കെ ബിരിയാണി വിതരണം ചെയ്തോളാൻ പറഞ്ഞു. എൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിലല്ലേ എനിക്ക് ബിരിയാണി വിതരണം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ പഞ്ചായത്തുകൾക്ക് പ്രോപ്പറായിട്ടുള്ള റിസോഴ്സസ് കൊടുക്കണില്ല. അതെന്തുകൊണ്ടാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇഷ്യൂസ് നോക്കിയപ്പോൾ ആദ്യം തന്നെ ഇൻറ്റേർണൽ റിസോഴ്സ് ജനറേഷൻ വളരെ വീക്കാണ്. വളരെയധികം ഡിപ്പെൻഡൻസ് ഉള്ളത് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഫണ്ട്സിലാണ്. ഇവർ തരുന്ന ഗ്രാൻസ് ആണെങ്കിൽ മൊത്തത്തിൽ സ്കീം സ്പെസിഫിക് ആണ്. ഓരോ സ്കീമിന് ഇന്ന സ്കീമിന് ഇങ്ങനെ കന്നുകാലികൾക്കുള്ള കാര്യങ്ങൾക്കായിട്ട് ഇങ്ങനെ എന്നുകൊണ്ടാണ് അവർ കാശ് തരുന്നത്. അപ്പം ഇതെടുത്തിട്ട് ഞാനിപ്പോൾ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്, എന്നാൽ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാമെന്ന് പറയാൻ പറ്റില്ല. അവർ പറയുന്ന സ്കീമിൽ നമ്മൾ കാശ് കൊണ്ടുപോയിട്ട് ഉപയോഗിക്കണം. അപ്പോൾ അവിടെ പ്രശ്നം വന്നു. അതുപോലെ തന്നെ വരുന്നത് എന്താ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ തന്നെ കാശില്ല. നമ്മളെ കേരള ഗവൺമെൻറ്റിൻ്റെ അവസ്ഥ നമ്മൾ കാണുകയാണ്. പിന്നെ അവരെങ്ങനെയാണ് നമുക്ക് കാശ് തരിക? പിന്നെ നമ്മൾ കണ്ടു 11th ഷെഡ്യൂളിലെ പല കാര്യങ്ങളും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് ഇഷ്യൂസ് ആയിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ ഇവരെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുത്തേ പറ്റൂ. കാരണം നമുക്ക് പഞ്ചായത്ത് രാജ് സിസ്റ്റം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുവഴിയാണ് ഇവിടെ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി വരുന്നത്. ഇതിനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടാവേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഈ പറഞ്ഞ ഇൻറ്റേർണൽ സോഴ്സ് ജനറേഷൻ ഇല്ലേ, അവരുടേതായിട്ടുള്ള സ്വന്തം ടാക്സും ടോളും കാര്യങ്ങളൊക്കെ പിരിച്ചിട്ടുണ്ടാക്കുന്ന കാശ്, അതായിരിക്കണം അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫണ്ട്. ഇപ്പോൾ 1% മാത്രം അവരുടെ ഫണ്ട് മാത്രമാണ് ഈ ഒരു ഇൻറ്റേർണൽ റിസോഴ്സ് ജനറേഷൻ എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ ഈ ഗ്രാൻഡിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ 99% ഫണ്ടും അവർക്ക് ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറ്റം വരുത്തി നമ്മളെ പഞ്ചായത്തുകൾക്ക് സ്വന്തമായിട്ട് പിരിക്കാൻ പറ്റുന്ന ഫണ്ട് അവർക്ക് വലിയൊരു ഭാഗമാവുന്ന രീതിയിൽ അവർക്ക് കുറേ അധികം ടാക്സേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണം. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. നമ്മളുടെ പഞ്ചായത്തുകൾ അവസ്ഥയിലാണെന്ന് പറഞ്ഞു. ഈ പഞ്ചായത്തിൽ തന്നെ ഗ്രാമപഞ്ചായത്ത് പിന്നെയും കുഴപ്പമില്ല. ബാക്കിയുള്ളവർക്ക് അവരുടെ അത്രയും പോലും റിസോഴ്സസ് ഇല്ല. പലർക്കും വെറും ടോളും കാര്യങ്ങളും മാത്രമേ കൊടുത്തിട്ടുള്ളത്. ഈ വില്ലേജ് പഞ്ചായത്തിൻ്റെതാണ് മിക്ക പവേഴ്സ് ഇരിക്കുന്നത്. ഇത് മാറ്റിയേ പറ്റൂ. വില്ലേജ് പഞ്ചായത്തിനും നമ്മളെ ബ്ലോക്ക് പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനും എല്ലാത്തിനും അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇവിടെ നമ്മൾ ഫിനാൻസിലുള്ള കുറേ അധികം ഇഷ്യൂസ് കണ്ടു. ഇതുപോലെയൊക്കെ നമ്മളെ പഞ്ചായത്തിൻ്റെ മേലുള്ള കൺട്രോൾ പല രീതിയിലും കൂടുമ്പോൾ നമ്മളെ പഞ്ചായത്ത് ഇവിടെ നിലവിൽ വന്നത് എന്തിനാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട അവസ്ഥയിലോട്ട് പോവാണ്. നമ്മളുടെ പഞ്ചായത്തുകളുടെ പെർഫോമൻസ് വളരെയധികം ഇൻഎഫക്റ്റീവ് ആവാണ്. നമ്മൾ 73rd അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്നുള്ള രീതിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് കൂടെ നമ്മൾ നോക്കാം. ആദ്യം തന്നെ ഈ ഫിനാൻസിൻ്റെ കാര്യം തന്നെയാണ്. ഇൻഅഡിക്വേറ്റ് ഡെവല്യൂഷൻ, നമ്മളുടെ എന്താ പറയുക, ഇൻറ്റേർണൽ റിസോഴ്സ് ജനറേഷൻ മാത്രമല്ല, പഞ്ചായത്തുകൾക്ക് സ്വന്തമായിട്ട് കിട്ടുന്ന ഫണ്ട് മാത്രമല്ല, സ്റ്റേറ്റ് ഗവൺമെൻറ് കുറച്ചും കൂടെ ഫണ്ടും കൂടെ കൊടുക്കണം. അവിടെയും കുറച്ച് കാര്യങ്ങളിലൊക്കെ പിശുക്ക് കുറയ്ക്കാം. സ്റ്റേറ്റ് ഗവൺമെൻറ് കുറച്ചും കൂടെ കാശൊക്കെ കൊടുക്കാം. അവിടെ പ്രോപ്പറായിട്ട് കാശ് കൊടുത്താലേ നമ്മളെ പഞ്ചായത്തുകാരുടെ കയ്യിൽ ഫണ്ട് ഉണ്ടാവുള്ളൂ. ഇവിടെ 3F എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? ഫണ്ട്, ഫങ്ഷൻസ്, ഫങ്ഷണറി. അതായത് നമ്മളുടെ പഞ്ചായത്തിൻ്റെ ഈ ഫങ്ഷൻസ് ഉണ്ട്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ചെയ്യാനായിട്ട് ഫണ്ട് വേണം, കാശ് വേണം. കാശുണ്ടെങ്കിലാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇത് ചെയ്യാനായിട്ട് ആൾക്കാരും വേണം. അവർക്ക് പ്രോപ്പറായിട്ട് സ്റ്റാഫിനെയും വെക്കണം. അതിനായിട്ട് ഫങ്ഷണറിയും വേണം. ഈ 2 കാര്യങ്ങളും എൻഷുർ ചെയ്യണം. എന്നാലാണ് ഇവിടെ പ്രോപ്പറായിട്ടുള്ളൊരു പെർഫോമൻസ് ഉണ്ടാവുള്ളൂ. പിന്നെ പലപ്പോഴും ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം കൺട്രോൾ ബൈ ബ്യൂറോക്രസി. നമ്മളുടെ ബ്യൂറോക്രസി വന്നിട്ട് ഇവരെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് മേടും. അവരെ മൊത്തത്തിൽ അങ്ങോട്ടിട്ട് ഭരിക്കും. ഇവർ കുറേയൊക്കെ വലിയ ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ആയിരിക്കില്ല. അവർക്ക് കുറേ അധികം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ പ്രശ്നം ഉണ്ടാവും. അപ്പം എന്തുണ്ടാവും? ബ്യൂറോക്രസിക്കാർ അവരെ ചൂഷണം ചെയ്യും. പലപ്പോഴും ഈ ബ്യൂറോക്രസിയുടെ മുന്നിൽ കുറേ അധികം എന്താ പറയുക, അനുമതി കിട്ടാനായിട്ട് ഇവരെ തേരാപാര നടക്കേണ്ടി വരും. അപ്പോൾ അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ടൈറ്റ് നേച്ചർ ഓഫ് ഫണ്ട്സ്. ഈ നമ്മളുടെ സെൻറ്ററും സ്റ്റേറ്റും ഒക്കെ തരുന്ന ഫണ്ട്സ് കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് ഉപയോഗിക്കാം. നമ്മളുടെ പഞ്ചായത്തിന് ഫണ്ട് മതി, ഫണ്ടും ഫംഗ്ഷനും ഫങ്ഷണറീസും മതി. പക്ഷേ ആ ഫണ്ട് ടൈഡ് നേച്ചറാണ് വരുന്നത്. ഈ ടൈഡ് എന്ന് വെച്ചാൽ എന്താ? ടൈഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു ഫണ്ട് റോഡ് നിർമ്മിക്കാൻ വേണ്ടി മാത്രം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അത് ടൈഡ് ആവണത്. അപ്പോൾ ഞാൻ ഫണ്ട് തരുമ്പോൾ അത് റോഡിനോട് ടൈഡാണ് അല്ലേ? റോഡ് പണിയാനായിട്ട് മാത്രമേ എനിക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല ഫണ്ട് തരണ്ടേ. എനിക്ക് ഫണ്ട് ഞാൻ തീരുമാനിക്കട്ടെ. ഞാനിവിടുത്തെ പഞ്ചായത്തിലത്തെ ഒരു ജനാധിപത്യം നടത്തുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഞാനിവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ. അങ്ങനെ വേണം ഫണ്ട് കൊടുക്കാനായിട്ട്. പഞ്ചായത്തുകൾക്ക് അവരവരുടേതായിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റണം. എന്നാലല്ലേ അവർക്ക് എഫക്റ്റീവായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഹൈ ഡിപ്പെൻഡൻസി ഓൺ
ഗവൺമെൻറ് ഫണ്ട്സ് നമ്മൾ കണ്ടു, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഫണ്ട്സിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ റിലക്റ്റൻസ് ടു യൂസ് ഫിസിക്കൽ പവേഴ്സ്, ഇവർക്ക് കുറേ ടാക്സേഷൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇവരിതൊന്നും മര്യാദയ്ക്ക് ഉപയോഗിക്കില്ല. കാരണം പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും റൂട്ട് ലെവലിലുള്ളതല്ലേ. അപ്പോൾ റൂട്ട് ലെവലുള്ളതാകുമ്പോൾ നമുക്ക് ഈ പഞ്ചായത്ത് മെമ്പറിനൊക്കെ അത്യാവശ്യം അറിയായിരിക്കും. അപ്പോൾ പഞ്ചായത്ത് മെമ്പർ നമ്മളോട് വന്നിട്ട് ടാക്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, അന്നാ പഞ്ചായത്ത് മെമ്പർ അടുത്ത വട്ടം ഞാൻ നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല, ഞങ്ങൾ ടാക്സ് കൊടുക്കാത്ത പഞ്ചായത്ത് അഥവാ ടാക്സ് വാങ്ങിക്കാത്ത പഞ്ചായത്ത് മെമ്പർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാലോ, അതും പേടിച്ചിട്ട് കുറേ അധികം പേര് ടാക്സ് മര്യാദയ്ക്ക് പിരിക്കൂല. അപ്പോൾ അത് വേറൊരു പ്രശ്നമായിട്ട് മാറും. അപ്പോൾ ഈ ഒരു റിലക്റ്റൻസ് കാരണം ഇവർ നേരിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇവർക്ക് പിരിക്കാനുള്ള മടി, ആകെ കുറച്ച് കാശ് ഇവരുടെ നിന്ന് കിട്ടണുള്ളൂ, അതും കൂടെ മര്യാദയ്ക്ക് പിരിച്ചില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അത് ഇൻഎഫക്റ്റീവ് പെർഫോമൻസിലോട്ട് നയിക്കില്ലേ. അതുപോലെ തന്നെ ഈ ഒരു ഗ്രാമസഭയുടെ കാര്യത്തിൽ ഫങ്ഷൻസ് എന്താണെന്ന് തീരുമാനിക്കേണ്ട ആരാ? നമ്മളെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാമസഭയെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഗ്രാമസഭ കൊണ്ടുവരിക എന്നുള്ളത് ഒരു കമ്പൽസറി പ്രൊവിഷനാണ്. പക്ഷേ ഗ്രാമസഭയുടെ ഫങ്ഷൻസ് എന്താണെന്ന് തീരുമാനിക്കാൻ നമ്മളെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറാ. അപ്പോൾ അവിടെ പ്രോപ്പറായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഇല്ല, പല സ്ഥലത്തും പല രീതിയിലായിരിക്കാം. പിന്നെ പല സ്ഥലത്തും പാരലൽ ബോഡീസ് കൊണ്ടുവരും. അതായത് പഞ്ചായത്തിന് പകരം അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനായിട്ട് പഞ്ചായത്തിന്റെ പോലത്തെ വേറൊരു ബോഡീനെ കൊണ്ടുവരും. അവരായിരിക്കും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുക. അപ്പോൾ പഞ്ചായത്ത് വെറുതെ കൂത്തിയായിട്ട് അവിടെ ഇരിക്കേണ്ടി വരില്ലേ. അപ്പോൾ അതാണ് പ്രശ്നം, പാരലൽ ബോഡീസിനെ കൊണ്ടുവരുന്നത്. പിന്നെ പുവർ ഇൻഫ്രാസ്ട്രക്ചർ, ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള ബിൽഡിംഗ് ഇല്ല, ഓഫീസ് ഇല്ല, കമ്പ്യൂട്ടർ സിസ്റ്റം ഇല്ല. ഇപ്പം കേരളത്തിലൊക്കെ കുറേയധികം വികസിച്ചിട്ടുണ്ട്, പക്ഷെ മറ്റ് പ്രദേശങ്ങളിലോട്ട് പോകുമ്പോൾ വളരെയധികം പ്രശ്നമാണ്. ഇവിടെ നമ്മളുടെ ആമസോൺ പ്രൈമിൽ പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ടായിരുന്നു, അതിലൊക്കെ പ്രോപ്പറായിട്ട് പറയുന്നുണ്ട്. അത് മാത്രമല്ല ഇവിടുത്തെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാലും വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവർ തന്നെയല്ലേ. അപ്പോൾ അവരെ ചൂഷണം ചെയ്യാൻ എളുപ്പമാണ്. അപ്പം മൊത്തത്തിൽ അതൊക്കെ പ്രശ്നമാവില്ലേ. അപ്പോൾ നമ്മൾ പഞ്ചായത്ത് രാജ് സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്കാവില്ല. നമ്മൾ പലവട്ടം കാണാറുണ്ട്, ഇപ്പം നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുള്ള സീറ്റിൽ അവരുടെ ഹസ്ബൻഡ് ആ ഒരു സീറ്റിനെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ. അപ്പം മൊത്തത്തിൽ നമ്മളെ പഞ്ചായത്ത് രാജ് സിസ്റ്റം വഴി കൊണ്ടുവന്ന പല കാര്യങ്ങളും പ്രോപ്പറായിട്ട് നടക്കാതെ പോകുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇൻഎഫക്റ്റീവ് പെർഫോമൻസിൽ കാണുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഅഡിക്വേറ്റ് ഡെവല്യൂഷൻ, നമ്മളുടെ ഫണ്ടുകൾ പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്താലേ അവർക്ക് കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ. നമ്മളെ ബ്യൂറോക്രസിയുടെ കൺട്രോൾ കുറയ്ക്കണം. ബ്യൂറോക്രസി അല്ല, നമ്മളെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് പഞ്ചായത്തുകാരെയാണ്. അപ്പോൾ പഞ്ചായത്തുകാർക്ക് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ നടത്താനുള്ള അവസരം കൊടുക്കണം. പിന്നെ ഫണ്ട് കൊടുക്കുമ്പോൾ അത് ടൈ ചെയ്തിട്ടല്ല കൊടുക്കുക. അതായത് ഇത് റോഡ് നിർമ്മിക്കാമെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ പഞ്ചായത്തുകാർ എന്ത് ചെയ്യും? റോഡ് നിർമ്മിച്ചല്ലേ പറ്റൂ. നമുക്ക് സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യാനും കുറച്ച് ഫണ്ട് തരണം അല്ലേ. അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുന്നത് നമ്മൾ കണ്ടു, നമ്മളുടെ ഗവൺമെൻറ് ഫണ്ടിലോട്ടുള്ള ഡിപ്പെൻഡൻസി. ഈ ഗവൺമെൻറ് ഫണ്ടിലോട്ടുള്ള ഡിപ്പെൻഡൻസി എന്ന് പറയുമ്പോൾ മിക്ക ഫണ്ടും ടൈഡാണ്. ടൈഡ് എന്ന് പറയുമ്പോൾ റോഡ് നിർമ്മിക്ക്, ലൈറ്റ് വെക്ക്, ഇന്നത് കൊടുക്ക്, മറ്റേത് കൊടുക്കുന്ന് പറഞ്ഞിട്ട് തരണേ. അപ്പോൾ പഞ്ചായത്തിന് പ്രോപ്പറായിട്ട് തീരുമാനം എടുക്കാൻ പറ്റണില്ല. പിന്നെ റിലക്റ്റൻസ്, സ്വന്തമായിട്ട് ഫണ്ട് കളക്ട് ചെയ്യാനുള്ള അവകാശം തന്നിട്ടുണ്ട്, കുറച്ച് ടാക്സ് ഒക്കെ നമുക്ക് പിരിക്കാം. പക്ഷെ അതുപോയിട്ട് എങ്ങനെ ചോദിക്കും? നമ്മൾ ഇവിടെ തന്നെ ജീവിക്കേണ്ടവരല്ലേ. നിങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പോലെയോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പോലെയോ ഒന്നല്ല ഈ പഞ്ചായത്ത് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ഗ്രാമസഭയുടെ കാര്യത്തിൽ പ്രോപ്പറായിട്ടുള്ള പ്രിൻസിപ്പിൾസും ഇല്ല. ഇവിടെ പലപ്പോഴും പഞ്ചായത്തിൻ്റെ പാരലായിട്ട് ബോഡീസ് കൊണ്ടുവരും, അവരായിരിക്കും ചിലപ്പോൾ ഭരണം മൊത്തം നടത്തുന്നത്. അപ്പോൾ എന്തുണ്ടാവും? അപ്പോൾ പഞ്ചായത്തിന് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടൂല, എല്ലാം ഈ പാരലൽ ബോഡീസിന് വിട്ടുകൊടുക്കും. അപ്പോൾ അവർ മൊത്തത്തിൽ തീരുമാനിക്കും. അതിനുശേഷം പുവർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇവിടെ പ്രോപ്പറായിട്ടുള്ള കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റീസ് ഇല്ല, അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ബിൽഡിംഗ് പോലും ഇല്ലാത്ത പഞ്ചായത്തുകളുണ്ട്. അത് മാത്രമല്ല ഇവിടുത്തെ മെമ്പേഴ്സ് വരുന്നവരാണെങ്കിൽ വളരെ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ളവരും. അപ്പോൾ മൊത്തത്തിൽ പ്രശ്നമായിട്ട് മാറും. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഞ്ചായത്ത് രാജ് എന്ന ചാപ്റ്ററിലുള്ളത്. നമ്മൾ ആദ്യം കമ്മിറ്റികളെ കുറിച്ച് പഠിച്ചു, അതിനുശേഷം 73rd അമെൻമെൻറ്റ് ആക്ടിനെയും അതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സിനെയും കുറിച്ച് പഠിച്ചു. അതിനുശേഷം നമ്മൾ ഇവിടുത്തെ 11th ഷെഡ്യൂളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു. അത് വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ട് തന്നെയാണ് അത് വളരെയധികം എക്സ്പ്ലെയിൻ ചെയ്യാണ്ടിരുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടുത്തെ നമ്മളുടെ കമ്പൽസറി പ്രൊവിഷൻസ് എന്താ, വോളണ്ടറി പ്രൊവിഷൻസ് എന്താണെന്ന് പഠിച്ചു. ഇവിടുത്തെ പെസ ആക്ട്, നമ്മളെ ഷെഡ്യൂൾഡ് ഏരിയാസിലോട്ട് പഞ്ചായത്ത് രാജ് സിസ്റ്റം എങ്ങനെയാണ് എക്സ്റ്റെൻഡ് ചെയ്തത്, അതുപോലെ തന്നെ നമ്മളെ പഞ്ചായത്ത് രാജിനുള്ള ഫിനാൻസസ്, അവിടെ എന്തൊക്കെ ഇഷ്യൂസ് ആണുള്ളത്, അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇവിടെ വന്നിട്ടും അതിൻ്റെ ഇൻഎഫക്റ്റീവ് പെർഫോമൻസിന് കാരണമായിട്ട് ഇവിടെ നിലനിൽക്കുന്നത് എന്നൊക്കെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ അടിപൊളിയായിട്ട് റിവൈസ് ചെയ്യുക. പഞ്ചായത്ത് രാജ് ചാപ്റ്റർ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഈ വട്ടം LSGIക്കൊക്കെ എക്സാം വരുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ഇത് നല്ലപോലെ നോക്കി വയ്ക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണുന്നത് വരെ ബൈ.